തിരുവനന്തപുരത്ത് വി രാജേഷ് മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിലേക്ക് തിരുവനന്തപുരം മേയറായി തിരുവനന്തപുരത്തെ ആദ്യ BJP മേയർ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആദ്യ BJP മേയറായി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്ത് CO മാധവനിൽ തുടങ്ങുന്ന ആ മേയർ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തെ പേരായി വി രാജേഷ് എത്തിയിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ആദ്യ BJP മേയർ. BJPയെ സംബന്ധിച്ച് NDA മുന്നണിയെ സംബന്ധിച്ച് നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ സുവർണ നേട്ടത്തിൻ്റെ നിമിഷങ്ങളാണ്. സൂര്യഗായത്രിയാണ് ചേരുന്നത്. സൂര്യ, 51 വോട്ടുകൾ നേടി വി രാജേഷ് സംസ്ഥാനത്തെ BJPയുടെ ആദ്യ മേയർ എന്ന ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനിടെ പ്രതിപക്ഷം പ്രതിഷേധിച്ചതായും ഒക്കെ കേൾക്കുന്നു. എന്താണ് സൂര്യ? കാളിദാസ് 51 വോട്ട് നിലനിർത്തി ആദ്യമായി സംസ്ഥാനത്തെ ആദ്യത്തെ BJP മേയറായിട്ട് വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. നഗരപിതാവായിട്ട്, തലസ്ഥാനത്തിന്റെ നഗരപിതാവായിട്ട് BJPയുടെ മേയർ വരും എന്നുള്ള BJPയുടെ പ്രതീക്ഷ അത് അതേപടി നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൽ ഒരുപടി മുന്നേ വലിയ ആഘോഷ പ്രകടനങ്ങൾ ആണ് ഇപ്പോൾ കോർപ്പറേഷനകത്ത് വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നത്. 50 വോട്ട് മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അതിൽ പാറ്റൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി രാധാകൃഷ്ണന്റെ പിന്തുണയോടുകൂടിയാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. 51 വോട്ടും നിലനിർത്തി വി രാജേഷ് സംസ്ഥാനത്തിന്റെ തന്നെ ആദ്യ BJP മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ KS ശബരിനാഥൻ, UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന KS ശബരിനാഥന് 17 വോട്ടും CPMന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന RP ശിവജിക്ക് 29 വോട്ടുമാണ് ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ 2 വോട്ട് ഇതിൽ അസാധുവായി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ ആഘോഷ പ്രകടനങ്ങൾ ഇനി തലസ്ഥാനത്ത് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നടത്തും എന്നുള്ളതാണ് നേരത്തെ BJP അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കോർപ്പറേഷനകത്ത് തന്നെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വോട്ട് എടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ BJPയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ കോർപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ ഒക്കെ തന്നെ കോർപ്പറേഷനിൽ അകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ പ്രവർത്തകർ കോർപ്പറേഷന്റെ അകത്തേക്ക് എത്തി വലിയ ആഘോഷ പ്രകടനങ്ങൾ ഇന്നത്തെ ദിവസം ഉടനീളം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവരുടെ കുറെ നാളുകളായിട്ട് BJP പരിശ്രമിച്ച് വന്നിട്ടുണ്ടായിരുന്നത് തലസ്ഥാനം പിടിക്കുക എന്നുള്ളതാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ തലസ്ഥാനം തങ്ങൾ പിടിക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് BJP പ്രചാരണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. വികസിത അനന്തപുരി എന്നുള്ള ടാഗ് ലൈനോട് കൂടി തുടക്കം മുതൽ നടത്തിയ പ്രചാരണ പരിപാടികൾ അത് BJPക്ക് ഗുണം ചെയ്തു എന്നത് മാത്രമല്ല, സംസ്ഥാനത്തെ ആദ്യ BJP മേയർ തലസ്ഥാനത്ത് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. ആ നേട്ടം അവർ എത്രത്തോളം ആഘോഷഭരിതമാക്കാൻ സാധിക്കുമോ ചെയ്തിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങിന് പിന്നാലെ ശ്രീലേഖ കോർപ്പറേഷൻ പോയിട്ടുണ്ടായിരുന്നു. അതായത് അവസാന ഘട്ടം വരെയും മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വന്ന പേരുകളിൽ ഒന്ന് അത് വി രാജേഷിനൊപ്പം ഉയർന്നു കേട്ടത്, അല്ലെങ്കിൽ ഒരുപക്ഷെ വി രാജേഷിന് ഒരുപടി മുന്നേ ഉയർന്നു കേട്ടത് ശ്രീലേഖയുടെ പേരായിരുന്നു. ശ്രീലേഖ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം അപ്പോൾ തന്നെ കോർപ്പറേഷനിൽ നിന്ന് പോയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മേയറായിട്ട് വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുക ഉച്ചയ്ക്ക് ശേഷം 2:30 മണിക്കായിരിക്കും. സൂര്യ, മറ്റൊരു കാര്യം കൂടി, ഇതിൻ്റെ ഇടയ്ക്ക് പ്രതിപക്ഷം ചെറിയ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. കാരണം ഈ BJP അംഗങ്ങളുടെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ചെയ്തതിലെ ചില പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്, അല്ലെങ്കിൽ നിയമപരമായി അവിടെ ഒരു തടസ്സം ഉണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം CPIM പരാതി നൽകിയിരുന്നു. അത്തരത്തിൽ ഈ കൃത്യമായി സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ചൊല്ലി അധികാരമേറ്റ അല്ലെങ്കിൽ കൗൺസിൽ സ്ഥാനം ഏറ്റെടുത്ത അംഗങ്ങളുടെ മാത്രം വോട്ടുകൾ പരിഗണിച്ചാൽ മതി എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു അവിടെ ഉയർന്നിരുന്ന പ്രതിഷേധം. അതുകൊണ്ടായിരിക്കുമല്ലേ ഇത്രയും താമസിച്ചത് എന്ന് തോന്നുന്നു ഫലം, അല്ലേ?
അത് ഇടയ്ക്കൊരു പ്രശ്നമുണ്ടായത് ഈ BJP കൗൺസിലർമാർ വോട്ട് ചെയ്തതിൽ ക്രമക്കേടുണ്ടായി. ചിലരുടെ വോട്ട് അസാധുവാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയർന്നു വന്നത്. പക്ഷേ അത് കളക്ടർ ഇടപെട്ടത് പരിഹരിക്കുകയായിരുന്നു. അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കളക്ടർ അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് വോട്ട് എന്നാൽ പിന്നീട് പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും 51 എന്നുള്ളതായിരുന്നു BJPയുടെ ഒരു കണക്ക്. 50 BJPയുടെ സീറ്റും അതുകൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ 1 അങ്ങനെ 51 എന്നതാണ് കേവല ഭൂരിപക്ഷത്തിനായിട്ട് BJPക്ക് ഉണ്ടായിരുന്നത്. 51 നിലനിർത്താൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. സ്വതന്ത്രന്റെ പിന്തുണയോട് കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഇപ്പോൾ അധികാരത്തിൽ ഏറാൻ പോകുന്നത്. അതേസമയം UDFനെ സംബന്ധിച്ചിടത്തോളമാണ് 2 വോട്ട് അസാധുവായി പോയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം 17 വോട്ടുകളാണ് ശബരിനാഥന് കിട്ടിയത്. RP ശിവജിക്ക് 29 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും വലിയ വിജയം BJPക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതിന് പിന്നാലെ മേയർ ആയിട്ട് VV രാജേഷ് തലസ്ഥാനത്ത് അധികാരം ഏറ്റുകഴിഞ്ഞു. സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ദിവസം ഉടനീളം BJPയുടെ ഭാഗത്തു നിന്നുള്ള ആഘോഷ പ്രകടനങ്ങൾക്കായിരിക്കും തലസ്ഥാനത്ത് വലിയ ആഘോഷ പ്രകടനങ്ങൾക്ക് തലസ്ഥാനം വേദിയാകും. ദിവസം മുഴുവൻ ആഘോഷ പ്രകടനം നടത്താനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേഷന്റെ അകത്തും പുറത്തും ഒക്കെ തന്നെ BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുള്ള വലിയ തരത്തിലുള്ള പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ വോട്ടെടുപ്പ് സമയത്ത് തന്നെ കോർപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ് അത്. അതുപോലെ തന്നെ വലിയ ആഘോഷമാക്കി മാറ്റാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. വികസിത അനന്തപുരി, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനന്തപുരിക്ക് വേണ്ടിയുള്ള വികസിത രേഖ അത് അവതരിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തലസ്ഥാനത്തേക്ക് നേരിട്ട് എത്തുമെന്നുള്ളതാണ് BJP നൽകിയിരിക്കുന്ന വാഗ്ദാനം. അത് ഇപ്പോഴും പ്രധാനമന്ത്രി എത്തും. തലസ്ഥാനത്തിന് വേണ്ട അനന്തപുരിക്കായിട്ടുള്ള വികസിത രേഖ അവതരിപ്പിക്കുക പ്രധാനമന്ത്രി ആയിരിക്കും എന്നുള്ള ഉറപ്പുകൂടി BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അധികാരം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി പ്രധാനമന്ത്രി എപ്പോഴത്തേക്ക് എത്തും, പ്രധാനമന്ത്രി എത്തുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇനി ഇപ്പോൾ കൂടുതലായിട്ടും ഉന്നയിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു നഗരത്തിന്റെ, ഒരു കോർപ്പറേഷന്റെ വികസന രേഖ അവതരിപ്പിക്കാൻ ഒരു പ്രധാനമന്ത്രി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലൂടെയുള്ള മുഹൂർത്തങ്ങളിലൂടെയും BJP ചരിത്രം സൃഷ്ടിക്കും. സംസ്ഥാനത്തെ ആദ്യ BJP മേയറായി VV രാജേഷ് അധികാരമേൽക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു കോർപ്പറേഷനിൽ BJP അധികാരമേൽക്കുന്നു. അത്തരത്തിലുള്ള ചരിത്ര മുഹൂർത്തത്തിലൂടെയാണ് BJP ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രധാനമന്ത്രി വരികയാണെങ്കിൽ ആ ഒരു നേട്ടം കൂടി BJP സ്വന്തമാക്കുമെന്നുള്ളതാണ്. എന്തായാലും അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി BJP എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നത് എന്നത് നിർണായകമായിട്ടുള്ള കാര്യമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ പ്രവർത്തനം മാറുമെന്ന കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. അത് തന്നെയാണ് BJP ഏറെ ആഗ്രഹിച്ച നിമിഷങ്ങളാണ്. BJP ഏറെ ആഗ്രഹിച്ച ഒരു കോർപ്പറേഷൻ കൂടിയാണെന്നത് പറയാം. തിരുവനന്തപുരം തിലകമണിയുമെന്നുള്ളതായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. അത് അന്വർത്ഥമാകുന്ന വിധത്തിലുള്ള ഒരു ജയത്തിലേക്കൊക്കെ BJPക്ക് എത്താൻ സാധിച്ചു. ആ ജയത്തിൻ്റെ നേട്ടം രാജീവ് ചന്ദ്രശേഖരനാണ് എന്നുള്ളതും കൂടി നിരവധി നേതാക്കൾ, VV രാജേഷ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു. മുൻ DGP R ശ്രീലേഖയെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ആ ഒരു പടനീക്കം എന്ന് പറയുന്നത്. ആ തിരുവനന്തപുരം കോർപ്പറേഷൻ വികസിത അനന്തപുരിയാക്കാനുള്ള ആ ഒരു പ്രയത്നം അങ്ങനെ ഫലവത്താകാൻ പോകുന്നു എന്നുള്ള ചില പ്രതികരണങ്ങളൊക്കെ BJP നേതാക്കളുടെ ഭാഗത്തുനിന്നും, മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ വന്നിരുന്നു. ഇതിനിടയിൽ മേയറായി R ശ്രീലേഖയായിരുന്നു ആദ്യം പരിഗണിച്ചിരുന്നത് എന്നുള്ളതാണ്. പിന്നീട് സാഹചര്യങ്ങൾ മാറി മറിയുന്നത് കണ്ടു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് VV രാജേഷിന് ഏറെ പ്രവൃത്തി പരിചയമുള്ള ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിന് രാജേഷിനെ അറിയാമെന്നുള്ള തരത്തിൽ BJP അണികൾ തന്നെ പറയുന്നുണ്ട്. VV രാജേഷ് അങ്ങനെ തിരുവനന്തപുരം നല്ലവണ്ണം അറിയാവുന്ന, അതിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഏടും കോണും അറിയാവുന്ന ഒരു ജനപ്രതിനിധി എന്നാണ് VV രാജേഷിനെ BJPയിലുള്ളവർ പോലും പ്രശംസിക്കുന്നത്. അത്തരത്തിലുള്ള ചില പ്രശംസകളൊക്കെ നമ്മൾ കേട്ടതാണ്. മറ്റ് പാർട്ടികളിലുള്ളവർ പോലും അത്തരത്തിൽ ചില പ്രശംസകളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നടത്തിയതായും ഒക്കെ തന്നെ മനസ്സിലാക്കുന്നു. എന്തായാലും VV രാജേഷ് തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് എത്തുകയാണ്. അതോടൊപ്പം ഒരു
ചരിത്ര നേട്ടത്തിൻ്റെ ഒരു ഭാരം കൊണ്ടാണ്, അത് സുഖമുള്ള ഒരു ഭാരമാണ് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. കാരണം വലിയൊരു ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വത്തെ സന്തോഷത്തോടെ തങ്ങൾ ആഗ്രഹിച്ച പോലെ നേടിയ ആ വിജയം, ആ ഒരു ഉത്തരവാദിത്വം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇനി BJPക്ക് മുന്നിലുള്ളത് 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുക, തിരുവനന്തപുരത്തെത്തിച്ച് ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസന നയങ്ങൾ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുക എന്നുള്ള ആ ഒരു നിമിഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച്, രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ച്, ഇപ്പോൾ തിരുവനന്തപുരം നിയുക്ത മേയർ VV രാജേഷിനെ സംബന്ധിച്ച് വലിയ ഭഗീരഥ പ്രയത്നമൊന്നുമല്ല, എളുപ്പത്തിൽ എത്തിക്കാം എന്നുള്ളതും കൂടിയാണ് VV രാജേഷ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് അച്ചട്ടായിരിക്കും, അത് പാലിക്കും എന്നുള്ളതും കൂടിയാണ്. വരും വർഷങ്ങളിൽ, ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാമെന്നുള്ളൊരു പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് അതേപോലെ തന്നെ നടക്കട്ടെ, നല്ലൊരു ഭരണം VV രാജേഷിൻ്റെ പക്കൽ നിന്നും ഉണ്ടാകട്ടെ എന്നുള്ളതും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.